വാ ചെങ്ങന്നൂർ വിശാൽ മാർട്ട് വരെ പോയിട്ട് വരാം. ഞാനങ്ങനെ ചുമ്മാ ഫാമിലിയിലെല്ലാവരും വന്നപ്പോൾ അവരുടെ കൂടെ ചെറിയ ഷോപ്പിങ്ങിന് ചെങ്ങന്നൂർ വിശാൽ മാർട്ട് വരെ വന്നതാണ്. വലുതായിട്ട് സാധനങ്ങളൊന്നും എടുത്തില്ലെന്ന് പറഞ്ഞാലും എവിടെ ചെന്നാലും ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞാണ് പോകുന്നത്. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ അവസാനം 100 രൂപയുടെ സാധനത്തിന് പോയാൽ 1000 രൂപ ചിലവാക്കിയിട്ട് പോരും. അത് നമ്മുടെ കുറ്റമാണോ? എന്താണെങ്കിലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അവിടെ അത്യാവശ്യം ഗ്രോസറി ഐറ്റംസ് എല്ലാം ഉണ്ട്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് നോക്കിയെടുത്താൽ നല്ല സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഓഫേഴ്സും അവൈലബിൾ ആണ് നല്ല രീതിയിൽ. പിന്നെ ഇങ്ങനത്തെ ഗ്ലാസസും വെറൈറ്റി ടൈപ്പ് ഗ്ലാസസും കുറേ ബോട്ടിൽസും ഒക്കെ ഉണ്ട്. പിന്നെ ഓർഗനൈസേഴ്സ് പറയാതിരിക്കാൻ പറ്റില്ല. ചെങ്ങന്നൂർ വേറെ എങ്ങും ഞാൻ അത്രയും ഓർഗനൈസേഴ്സ് കണ്ടിട്ടില്ല. നമുക്കിപ്പം വളയമേലൊക്കെ ഇട്ട് വെക്കുന്നതാണെങ്കിലും പിന്നെ മോൻ്റെ ടോയ്സ്, നമുക്ക് എന്ത് സാധനം ഇട്ട് വെക്കാനാണെങ്കിലും അത്യാവശ്യം ഒത്തിരി ഓർഗനൈസേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. കൂടുതലും പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് അവിടെ. അത്രയും പ്ലാസ്റ്റിക് വാങ്ങിക്കുന്നതിനോട് ഞാൻ എൻകറേജ് ചെയ്യിക്കുന്നില്ല, എങ്കിലും ഉണ്ട് ഒത്തിരി സാധനങ്ങൾ. പിന്നെ എനിക്ക് ഡ്രസ്സസ്, ഞാൻ മുൻപ് 2 പാൻറ്റ് മേടിച്ചിരുന്നു അവിടുന്ന്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതിന് റേറ്റും ഉണ്ട്, 600 രൂപ 500 രൂപ ആ ലെവലിലുണ്ട്. എങ്കിലും നമ്മൾ നോക്കിയെടുത്താൽ നല്ല ഡ്രസ്സസ് കിട്ടും അഫോർഡബിളായിട്ട്. ഞാൻ 2 ബെഡ്ഷീറ്റ് വാങ്ങിച്ചിരുന്നു, അതെനിക്ക് വെർത്തായിട്ട് തോന്നിയില്ല. ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. 1000 റുപ്പീസ് ആണെങ്കിൽ കൂടി ലെങ്ത് ഇല്ലായിരുന്നു.